ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിൽ, ഏറ്റവും സന്തോഷകരമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടും പിന്നോട്ടും നോക്കാതെ ഇടത്തേക്കോ വലത്തേക്കോ തിരിഞ്ഞു നോക്കിയാൽ ഒപ്പം നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരാളുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷകരമായ വീഴ്ചകൾ വന്നാൽ പോലും നിഷ്കളങ്കമായി നിങ്ങൾക്ക് പറയാനും കേൾക്കാനും ഒരാളുണ്ടോ? നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അയാളുടെ വളർച്ചയിൽ സന്തോഷം തോന്നുകയും അയാൾക്കുണ്ടാകുന്ന എന്തെങ്കിലും വേദനകളിൽ ദുഃഖം തോന്നുകയും ചെയ്യുന്ന ഒരു വികാരം നിങ്ങൾക്കൊരാളോടുണ്ടോ? ഉണ്ടെങ്കിൽ അയാളാണ് നിങ്ങളുടെ സുഹൃത്ത്. സൗഹൃദത്തിൽ ഹൃദയം എന്ന വാക്കിൻ്റെ അല്പം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. സൗഭാഗ്യങ്ങൾ എന്ന വാക്കിൻ്റെ ആദ്യാക്ഷരങ്ങളും സൗഹൃദത്തിലുണ്ട്. ഹൃദയം ചേർത്ത് വെച്ച സൗ എന്നാൽ 100 എന്ന് വേണമെങ്കിൽ അർത്ഥം വരാവുന്ന 100 ഹൃദയങ്ങളുടെ തിളക്കമുള്ള മനോഹരമായ ബന്ധങ്ങളിലെ ആ സൗഹൃദം, അത് അങ്ങ് കബറിടത്തിനും അപ്പുറത്തേക്ക് നീങ്ങുന്ന ചില കാഴ്ചകൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ ഇറനണിയിച്ചേക്കും. ഇനി നിങ്ങൾക്കൊരു ദൃശ്യം കാണാം. കബറിടത്തിന് പോലും മായ്ക്കാനാവാത്ത, മരണത്തിന് പോലും തോൽപ്പിക്കാനാവാത്ത സൗഹൃദത്തിൻ്റെ മനോഹരമായ ഒരു കഥയാണ് ഈ കൃഷ്ണൻ എന്ന മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ കബറിടം തേടി എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സൗഹൃദത്തിൻ്റെ ഒരേട്. പെർവാട് സ്വദേശിയായ കൃഷ്ണനും മൊഗ്രാൽ സ്വദേശിയായ മഹ്മൂദും വർഷങ്ങളായി സൗഹൃദത്തിലായിരുന്നു. മുഹമ്മൂദ് ഒരു തുണിക്കച്ചവടക്കാരനായിരുന്നു. മഹമ്മൂദിന് കൃഷ്ണൻ വെറുമൊരു കൂട്ടുകാരൻ മാത്രമായിരുന്നില്ല. ഇന്നത്തെ പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക് തന്നെയായിരുന്നു. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പാണ് മഹ്മൂദ് മരണപ്പെടുന്നത്. ആ മരണപ്പെട്ട വേളയിൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം അതിൻ്റെ ആഴത്തിൽ അനുഭവിച്ച് തീർത്തവൻ്റെ പേരാണ് കൃഷ്ണൻ. പിന്നീട് താനും മരിക്കുമെന്ന ബോധ്യം സ്വയം ഉള്ളിലുറപ്പിച്ച് തൻ്റെ സുഹൃത്തിൻ്റെ കബറിടം തേടി എല്ലാ ദിവസവും രാവിലെ മൊഗ്രാൽ കൊപ്പളം ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ കൃഷ്ണനെത്തും. സ്നേഹത്തിൻ്റെ അടയാളമായി കബറിടത്തിൽ ചന്ദനത്തിരി കത്തിച്ചും പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചുമൊക്കെ കൂട്ടുകാരനോടുള്ള സ്നേഹം അനുഭവിച്ച് തീർക്കുകയാണ് കൃഷ്ണൻ. ആ കബറിനടിയിലുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മഹ്മൂദ് എന്ന് കൃഷ്ണന് ബോധ്യമുണ്ട്. താൻ അവിടെ എത്തുന്നത് തിരിച്ചറിയുന്നുണ്ടെന്നും എന്നെ കാണാൻ അവൻ എന്നും ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നെ ദിവസവും പലതവണ വിളിച്ചിട്ടുള്ളവനാണെന്നുമുള്ള ബോധ്യം കൂടിയാണ് കൃഷ്ണനെ നയിക്കുന്നത്. മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്നതല്ല മതം. മനുഷ്യനെ മാനവികതയുടെ മന്ത്രങ്ങൾ പഠിപ്പിക്കുന്നതാണ് മതങ്ങൾ. ആ മതങ്ങളുടെ ലോകത്ത് മനുഷ്യൻ ചേർന്ന് നിൽക്കുന്ന കാഴ്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ് ഈ സൗഹൃദത്തിൻ്റെ, മഹ്മൂദും കൃഷ്ണനുമിടയിലുള്ള മനോഹരമായ ബന്ധത്തിൻ്റെ ആ കഥ. സൗഹൃദ ദിനത്തിൽ അത് നിങ്ങൾക്കായി പങ്കുവെക്കുന്നു.